വളരെ വിചിത്രമായ ഒരു ജീവിതം. തുടക്കത്തിൽ പ്രാണൻ രക്ഷിക്കാൻ വേണ്ടി തന്നെ സംരക്ഷിക്കുവാൻ വേണ്ടി അലഞ്ഞു നടന്ന് പാതിരാവിൽ പലായനം ചെയ്ത ദൈവം പുത്രൻ ഇന്ന് പ്രാണൻ കൊടുക്കുവാൻ വേണ്ടി തന്നെ വിട്ടുകൊടുക്കും. വ്യത്യസ്തമായ ചിന്തകൾ. കുരിശിന്റെ വഴി എന്ന് പറയുന്നത് പ്രാണൻ കൊടുത്തുകൊണ്ട് സ്നേഹിച്ച വഴിയാണ്. ഈ വഴിയെ ധ്യാനിക്കുമ്പോൾ ആദ്യമേ തന്നെ നാം ചിന്തിക്കണം, ഇത് പ്രാണൻ കൊടുത്ത വഴിയാണ്. ഈ പ്രാണൻ കൊടുത്ത വഴികളിൽ നിശബ്ദതയാണ്, വേറെ ഒന്നുമില്ല. പ്രാണൻ കൊടുക്കുമ്പോൾ കലഹിക്കുവാനോ കലഹപ്രിയരാകുവാനോ നമുക്ക് അനുവാദമില്ല. ഇവിടെയാണ് നമ്മുടെ ജീവിതം ചോദ്യം ചെയ്യപ്പെടുന്നത്. നമ്മൾ പറയും നമ്മളെല്ലാം കൊടുത്തിട്ടുണ്ട്. കൊടുത്തതിനെ പ്രശംസിച്ച് നടക്കുമ്പോൾ ക്രിസ്തു പറയുന്നുണ്ട്, കൊടുത്തതിനെ പറയരുത്, നിശബ്ദമായിട്ട് കൊടുക്കുക. കാരണം പ്രാണന കൊടുത്തത്. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ നമ്മുടെ മക്കളെയും നമ്മുടെ മാതാപിതാക്കളെയും ഒക്കെ സ്നേഹിക്കുമ്പോഴൊക്കെ നമ്മൾ ഓർക്കേണ്ടത് ഇപ്രകാരമാണ്: പറയാതിരിക്കോ, ഞാൻ സ്നേഹിച്ചു, ഞാൻ കൊടുത്തു, ഞാൻ പങ്കുവെച്ചു, ഞാൻ എല്ലാം കൊടുത്തു, എന്നിട്ടും എനിക്ക് സ്നേഹം കിട്ടിയില്ല എന്ന്. ഇവിടെയാണ് ക്രിസ്തു പറയുന്നത്, നീ പ്രാണൻ കൊടുക്കുമ്പോൾ നിശബ്ദമാവുക. നീ പ്രാണൻ കൊടുക്കുമ്പോൾ നിശബ്ദമാവുക. കാരണം പ്രാണൻ കൊടുക്കുന്നവരാരും പ്രഘോഷിക്കുന്നില്ല തങ്ങൾ കൊടുത്തതിനെ കുറിച്ച്. മാതൃക ക്രിസ്തു തന്നെയാണ്. അവൻ പ്രാണൻ കൊടുക്കാൻ തയ്യാറായ നിമിഷം തൊട്ട് മിണ്ടിയിട്ടില്ല. പിലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുന്നു. നിശബ്ദതയുടെ സുവിശേഷം. മിണ്ടുന്നില്ല. ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പക്ഷേ വളരെ മിതമായ വാക്കുകളിൽ പിലാത്തോസിനോട് അകത്തളത്തിൽ വെച്ച് പറഞ്ഞവൻ പിന്നെ പുറത്തു വന്ന് മിണ്ടിയിട്ടില്ല. കാരണം കൊടുക്കുന്നവൻ ഇനി സംസാരിക്കാൻ പാടില്ല. കൊടുത്തു തീർക്കുന്നവരാരും ഇനി ജീവിതത്തിൽ സംസാരിക്കരുത്. കാരണം അപ്പോൾ അതിന്റെ ശ്രേഷ്ഠത നഷ്ടപ്പെടുന്നു. അവന് വേണമെങ്കിൽ മൈക്ക് വെച്ച് പറയാമായിരുന്നു, ഇനി ഞാനിതാ കൊടുക്കുന്നു എന്റെ ജീവിതത്തെ തന്നെ എല്ലാം നിങ്ങൾക്ക് വേണ്ടി. അവന് പറയേണ്ട സമയത്ത് അവൻ പറഞ്ഞു, പെസഹായ്ക്ക് അവൻ പറഞ്ഞു കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് വേണ്ടി എന്റെ ശരീരവും എന്റെ രക്തവും നിങ്ങൾക്ക് വേണ്ടി. അവിടെ വെച്ച് ഗെത്സമേനിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഈശോ പിന്നെ തന്റെ പ്രാണനെ കുറിച്ച് പറയുന്നില്ല. കാരണം ആ പ്രാർത്ഥനയിൽ എല്ലാം ഉണ്ടായിരുന്നു, ഇത് നിന്റെ ഹിതമെങ്കിൽ പരിഭവങ്ങളില്ല, ഇത് നിന്റെ ഹിതമെങ്കിൽ പരിഭവങ്ങളില്ല. ആ പ്രാർത്ഥനയിൽ അവൻ എല്ലാം നിശബ്ദമാക്കി. സ്നേഹമുള്ളവരെ, ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഇന്ന് തിരിച്ചറിവുകൾ സ്വീകരിക്കുക. ഇതുവരെ കൊടുത്തതിനൊക്കെ നമ്മൾ കണക്ക് പറഞ്ഞിട്ടുണ്ട്. അച്ഛനെ കാണാൻ വരുമ്പോൾ നമ്മൾ പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അച്ഛാ, ഞാൻ അത് കൊടുത്തു, ഇത് കൊടുത്തു, എന്നെങ്കിലും തിരിച്ചൊന്നും കിട്ടിയിട്ടില്ല. കൊടുത്തതിനെ കുറിച്ച് പ്രഘോഷിക്കുകയല്ല, മറിച്ച് കൊടുത്തതിനെ കുറിച്ച് നിശബ്ദമായിട്ട് നിൽക്കുക എന്നതാണ് നിന്റെ പ്രാണന്റെ യഥാർത്ഥമായ മൂല്യം. നീ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ അതിനെയൊക്കെ നിശബ്ദമായിട്ട് നിന്നുകൊണ്ട് തമ്പുരാന്റെ മുമ്പിൽ ഓർമ്മിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അതാണ് ഏറ്റവും വലിയ ജീവിതം. ഒരു മദർ തെരേസ ജീവിതത്തെ തന്നെ കൊടുത്തു. അവൾ നിശബ്ദമായിട്ട് കൊടുത്തു. അപ്പോൾ തിരുസഭ അവളെ നോക്കി പറഞ്ഞു, ഇതാ വിശുദ്ധ. സ്നേഹമുള്ളവരെ, മഠത്തിന്റെ കോടുകൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് സഹനത്തിലൂടെ ക്രിസ്തുവിന് തന്നെ കൊടുത്ത ഒരുവൾ ഉണ്ടായിരുന്നു. അവളെ നോക്കി ലോകം വിളിച്ചു വിശുദ്ധ അൽഫോൻസ. ഇനി കൊടുക്കുന്നവരൊന്നും കണക്കുകൾ പറയരുത്. കാരണം ക്രിസ്തു കണക്കുകൾ സൂക്ഷിച്ചിട്ടില്ല. ക്രിസ്തു കണക്കുകൾ സൂക്ഷിച്ചിട്ടില്ല. അവന്റെ കണക്ക് പുസ്തകത്തിൽ കണക്കുകൾ ഉണ്ടായിരുന്നിട്ടും അവൻ ആ കണക്ക് തുറന്നു കാണിച്ചിട്ടില്ല. എല്ലാം മൗനമാണ്. പിലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുന്ന ക്രിസ്തുവിന്റെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. നൊമ്പരങ്ങളുടെ വഴി ആരംഭിച്ചു കഴിഞ്ഞു. ഈ സഹനങ്ങളുടെ വഴി ആരംഭിച്ചു കഴിഞ്ഞു. ഈ കുരിശിന്റെ വഴി ഇനി കഥ പറഞ്ഞു തുടങ്ങുകയാണ്. ഒന്നാമതായിട്ട് കുരിശിന്റെ വഴി പറയുന്ന കഥയാണ്. ഇത് നിർമ്മലമായ അപ്പം കൈകളിലേന്തി കടന്നുപോയവന്റെ കഥയാണ്. നിർമ്മലമായ അപ്പം കൈകളിലേന്തി നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്തവന്റെ കഥ പറയുന്ന വഴികളാണിത്. ജീവിതത്തിലുടനീളം നിർമ്മലതയെ കുറിച്ച് പറഞ്ഞവൻ, വിശുദ്ധിയെ കുറിച്ച് പറഞ്ഞവന്റെ കഥയാണിത്. സ്നേഹമുള്ളവരെ, ഈ നിമിഷം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ ഒരു ജീവിതത്തിന് വേണ്ടിയാണ്. ഇനി നാം കുരിശുകൾ എടുത്തു നടക്കുമ്പോൾ നാം ചിന്തിക്കണം, എന്റെ ചുവടുകൾക്ക് വിശുദ്ധി ഉണ്ടായിരുന്നോ എന്ന്, എന്റെ പാദങ്ങൾക്ക് വിശുദ്ധി ഉണ്ടായിരുന്നോ എന്ന്, എന്റെ കരങ്ങൾ മലിനമാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നോ എന്ന്, എന്റെ ഹൃദയത്തിൽ കാപട്യം നടമാടിയിട്ടുണ്ടോ എന്ന്.
നാട്യങ്ങളുടെ ലോകമായിരുന്നു എന്റേത് എന്ന്. തിമിരങ്ങൾ തളർത്താടിയ ജീവിതമായിരുന്നു എന്റേത്. സ്നേഹമുള്ളവരെ, ഇതൊക്കെയാണ് ഇനി എന്റെ കുരിശിന്റെ വഴി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ടത്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കുരിശിന്റെ വഴി തുടങ്ങും. ഒന്നാം സ്ഥലത്ത് നിന്ന് ചിന്തിക്കുക, ഞാൻ നിർമ്മലമായ ജീവിതം കൊണ്ടാണ് ഈ കുരിശിന്റെ വഴി ആഘോഷിക്കുന്നത്. ഞാൻ എന്റെ നിർമ്മലമായ ജീവിതം കൊണ്ടാണോ എന്റെ ഈ കുരിശിന്റെ വഴി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന്. കാരണം അവിടെ മൗനമായിട്ട് നിൽക്കുന്നവൻ നിർമ്മലതയുടെ അടയാളമാണ്. ഇത്തിരി മുമ്പ് അവൻ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്താണ് വാഴ്ത്തിയത്. കാരണം അവന്റെ ഉള്ളും അകവും പുറവും ഒന്നായിരുന്നു. രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത്, ഇത് ഹിതം തിരിച്ചറിയുന്നവന്റെ വഴിയാണ്. ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞവന്റെ വഴിയാണ് കുരിശിന്റെ വഴി എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞവന്റെ വഴി. രണ്ടാം സ്ഥലത്ത് അവൻ കുരിശ് ചുമക്കുകയാണ്. ഈ കുരിശ് ചുമക്കുമ്പോൾ അവൻ തിരിച്ചറിഞ്ഞു, ഇത് ദൈവഹിതമാണ്. നസ്രത്തിലെ ഒരു വീട്ടിന്റെ വീട്ടുവളപ്പിൽ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞ അമ്മയുണ്ടായിരുന്നു. വീണ്ടും ഈ ദൈവപുത്രൻ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞപ്പോൾ അവൻ വീണ്ടും നിശബ്ദനാണ്. പരിഭവങ്ങളില്ല, പരാതികളില്ല. അതുവരെ ഗെത്സമേൻ തോട്ടത്തിൽ പിതാവിനോട് പരാതികൾ പറഞ്ഞവൻ അടുത്ത നിമിഷത്തിൽ തിരിച്ചറിവിന്റെ പ്രാർത്ഥന നടത്തിയപ്പോൾ അവന് മനസ്സിലായി, ഇത് ദൈവത്തിന്റെ ഹിതം നിറവേറുവാനുള്ള വഴിയാണെന്ന്. നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഈ ഒരു തിരിച്ചറിവാണ് വേണ്ടത്. ഉയർത്തുന്ന പ്രാർത്ഥനകളിൽ ഹിതമന്വേഷിക്കുന്നത് മുകളിലുള്ളവൻ്റെതാണ്. എന്റെ അടുത്ത് നിൽക്കുന്നവരെ ഹിതമന്വേഷിക്കുക, എനിക്ക് ദൈവം തന്നിരിക്കുന്നവരുടെ ഹിതമന്വേഷിക്കുക. അപ്പോഴൊക്കെയാണ് എന്റെ ജീവിതത്തിലെ കുരിശിന്റെ വഴിക്ക് അർത്ഥമുണ്ടാവുക. മൂന്നാം സ്ഥാനം ഈശോ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഇത് സംതൃപ്തിയുടെ വഴിയാണ്. ഇത് സംതൃപ്തിയുടെ വഴിയാണ്. അവൻ വീഴുമ്പോഴും സംതൃപ്തനായിട്ടാണ് വീഴുന്നത്. സ്നേഹമുള്ളവരെ, വീഴുമ്പോൾ വിങ്ങിപ്പൊട്ടുന്നവരാണ് നമ്മൾ. തകരുമ്പോൾ തകർന്നു പോയല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് നെഞ്ചത്തടിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ ഇവൻ വീഴുമ്പോൾ സംതൃപ്തിയോടെയാണ് വീഴുന്നത്. അവന്റെ വഴികളുടെ പ്രത്യേകത നോക്കുക. വീഴുമ്പോൾ സംതൃപ്തിയോടെ വീഴുന്നവൻ, വീഴ്ചയെപ്പോഴും സംതൃപ്തമായിട്ട് സ്വീകരിക്കുന്നവൻ. പരാതികളില്ല, പരിഭവങ്ങളില്ല, നൊമ്പരങ്ങൾ പറയുന്നില്ല, സങ്കടങ്ങൾ പറയുന്നില്ല, തള്ളിയിട്ടവരെ കുറ്റമാരോപിച്ചവരുടെ കഥകൾ പറയുന്നില്ല. സംതൃപ്തിയോടെ വീണ്ടും വീണ്ടും ഈ വഴി മുൻപോട്ട് പോകുമ്പോൾ വീണ്ടും പറയുന്നത്, നാലാമത്തെ സ്ഥലത്ത് നാം കാണുന്നുണ്ട്, പരിശുദ്ധ അമ്മ കാണുകയാണ്. സഹനങ്ങളിൽ കുതറിമാറാത്ത ജീവിതത്തിന്റെ വഴിയാണിത്. സഹനങ്ങളിൽ കുതറിമാറാത്ത ജീവിതത്തിന്റെ വഴിയാണിത്. സഹനങ്ങളുടെ സ്നാനമേറ്റപ്പോൾ ആ സ്നാനത്തിൽ നിന്നും കുതറിമാറാത്തവന്റെ കഥ പറയുന്ന വഴിയാണ് കുരിശിന്റെ വഴി. നാലാം സ്ഥലം അമ്മ കാണുന്നു. അമ്മ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത്തിരി കുളിർമ നൽകുന്ന വാക്കാണ്. ഒരു മകൻ വീഴുമ്പോൾ, പിച്ചവയ്ക്കുന്ന കുഞ്ഞ് വീണു പോകുമ്പോൾ ചേർത്ത് പിടിക്കുന്ന ഒരു അമ്മ ഹൃദയമുണ്ട്. ജീവിത പങ്കാളി തളർന്നു പോകുമ്പോൾ ചേർത്ത് പിടിക്കുന്ന അമ്മമാരുണ്ട്. സ്നേഹമുള്ളവരെ, അമ്മ മനസ്സ് കുതറാത്ത മനസ്സാണ്. ഏത് സഹനങ്ങളിലും അമ്മ മനസ്സ് കുതറാത്ത മനസ്സാണ്. ഈ ഒരു മനസ്സിന്റെ ഉടമയാണ് ക്രിസ്തു. ഏത് സഹനത്തിന്റെ നടുവിലും അവൻ കുതറി മാറിയിട്ടില്ല. ഈ സഹനത്തിന്റെ സ്ഥാനത്തിൽ അവൻ കുതറി മാറിയിട്ടില്ല എന്ന് ഓർക്കണം. ഇതാണ് ക്രിസ്തുവിന്റെ സഹനങ്ങളുടെ യാത്രയ്ക്ക് വളരെ വളരെ വ്യത്യസ്തമായ മുഖങ്ങളുണ്ട്. നാം ഒന്നാമതായിട്ട് പറഞ്ഞു, അത് നിർമ്മലതയുടെ വഴിയാണ്. രണ്ടാമതായിട്ട് നാം പറഞ്ഞു, ഹിതം തിരിച്ചറിഞ്ഞവന്റെ വഴിയാണ്. മൂന്നാമതായിട്ട് നാം പറഞ്ഞു, സംതൃപ്തിയുടെ വഴിയാണ്. നാലാമതായിട്ട് ഞാൻ പറഞ്ഞു, സഹനങ്ങളിൽ കുതറി മാറാത്തവന്റെ വഴിയാണ് കുരിശിന്റെ വഴിയെന്ന്. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ 4 കാര്യങ്ങളും ഒന്ന് ചിന്തിക്കുക. എന്റെ ജീവിതത്തിന്റെ വഴി എവിടെയാണെന്ന്. ഇന്ന് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു നിമിഷം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ നിമിഷം നിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, ഇത്രയേറെ എന്നെ സ്നേഹിച്ചിട്ടും ദൈവമേ, ഈ വഴികളെ കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇന്നും ഭാരം വഹിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. കിട്ടുന്നതിനെയെല്ലാം ഭാരമാക്കിക്കൊണ്ട് ഞാൻ കടന്നു പോവുകയാണ്.
പക്ഷെ ഇതിനെ പരിശുദ്ധമാക്കിക്കൊണ്ട് കടന്നു പോകുവാൻ എനിക്ക് സാധിക്കുന്നില്ല. നിർമ്മലതയുടെ വഴിയാണെന്നും ഹിതം നിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള വഴിയാണെന്നും സഹനങ്ങളിൽ കുതറിമാറാത്ത ജീവിതത്തിന്റെ ഉടമയുടെ വഴിയാണെന്നും ഒക്കെയുള്ള തിരിച്ചറിവില്ലാതെയാണ് ഞാനും കുരിശിന്റെ വഴി ചൊല്ലി കടന്നു പോവുകയാണ്. വഴിവക്കത്തുള്ളവരെല്ലാം ഹായ് എന്ന് പറഞ്ഞ് കൈ കാണിച്ചുകൊണ്ട് കടന്നു പോകുന്നതാണ് എന്റെ കുരിശിന്റെ വഴി. മറിച്ച് എന്റെ കുരിശിന്റെ വഴി ഇനി മുതൽ ദൈവത്തിന്റെ സഹന വഴികളാണെന്നും അത് ദൈവത്തിന്റെ ഹിതമുള്ള വഴിയാണെന്നും നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്തവന്റെ വഴിയാണെന്നും ഒക്കെയുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കരങ്ങളൊക്കെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, സ്തോത്രം. യേശുവേ തന്നെ എന്റെ ദൈവമേ, നിന്റെ കുരിശിന്റെ വഴികളോട് ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾ ധ്യാനിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, എനിക്ക് വേണ്ടി എന്നെ രക്ഷിക്കുവാൻ വേണ്ടി ഒരു ദൈവം എന്റെ ഒപ്പമുണ്ടെന്നുള്ള തിരിച്ചറിവാണ് എന്റെ ജീവിതത്തെ കൂടുതൽ ബലപ്പെടുത്തുന്നത്. എനിക്ക് വേണ്ടി പെസഹ ഒരുക്കിയവൻ എന്നെ സ്നേഹിക്കുവാൻ വേണ്ടിയാണ് പെസഹ ഒരുക്കിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവൻ എന്റെ കാലുകളോളം താഴ്ന്നിറങ്ങിയ എന്റെ ദൈവം ഇനിയും എന്റെ ജീവിതത്തെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തിയ ഒരു പെസഹായായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നു. തമ്പുരാനെ, ആ പെസഹായിൽ നിന്ന് സ്വീകരിച്ച ചൈതന്യം അവൻ കുരിശിന്റെ വഴികളിൽ സ്വീകരിച്ചു. ആ കുരിശിന്റെ വഴികളിൽ അവൻ സ്വീകരിച്ച ചൈതന്യത്തിൽ അവൻ നിശബ്ദനായിരുന്നു. ഇതുവരെ അവൻ സംസാരിച്ചു, ഇനി അവൻ സംസാരിക്കുന്നില്ല. കാരണം എല്ലാം ദൈവത്തിന്റെ ഹിതമാണെന്ന് തിരിച്ചറിഞ്ഞു. സ്നേഹമുള്ളവരെ, ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കും. നമ്മുടെ കുടുംബ ജീവിതത്തെ ഒന്ന് എടുത്തു വെച്ച് തമ്പുരാന്റെ മുമ്പിലേക്ക് സമർപ്പിക്കാം. കാരണം അവിടെ നടക്കുന്നതെല്ലാം ദൈവത്തിന്റെ ഹിതങ്ങളാണ്. അവിടെ പരിഭവങ്ങൾ പറയുവാൻ നമുക്ക് ഒരു അർഹതയുമില്ല. കാരണം അറിയിക്കാതെ കിട്ടിയ ജീവിതമാണ് നമ്മുടെ. അർഹതയില്ലാഞ്ഞിട്ട് പോലും അവനെ തന്നെ കൊടുത്തു. അതുകൊണ്ടാണ് അവനെ ദിവ്യകാരുണ്യം എന്ന് നമ്മൾ പറയുക. അർഹതയില്ലാഞ്ഞിട്ടും അവനെ തന്നെ, നമുക്കൊന്നും അർഹതയില്ലാഞ്ഞിട്ടും അവനെ തന്നെ നമുക്ക് നൽകി. അതുകൊണ്ടാണ് നമ്മൾ ആ കുർബാനയെ നോക്കി പറയുന്നത് ദിവ്യകാരുണ്യമാണിത്. സ്നേഹമുള്ളവരെ, ഈ നിമിഷം ഒരു നന്നായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യം തന്നവന്റെ സന്നിധിയിലാണ് ഞാൻ നിൽക്കുക. എന്റെ ജീവിതത്തിൽ അർഹതയില്ലാഞ്ഞിട്ടും എന്റെ ദൈവം അവനെ തന്നെ എനിക്ക് നൽകി. ഈശോയെ, ഈ നിമിഷം നിന്റെ കുരിശിന്റെ വഴിയിൽ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ വേറിട്ട ചിന്തകളിലൂടെയാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്, വേറിട്ട ചിന്തകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതുവരെ ഈ കുരിശിന്റെ വഴിക്ക് ഇങ്ങനെയുള്ള അർത്ഥങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഇനി മുതൽ, ഈ നിമിഷം മുതൽ ഈ കുരിശിന്റെ വഴിക്ക് ഞങ്ങൾ ഈ അർത്ഥങ്ങളൊക്കെ കണ്ടെത്തുന്നു. നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്തവന്റെ യാത്രയാണിത്. ദൈവഹിതം തിരിച്ചറിഞ്ഞവന്റെ യാത്രയാണിത്. സംതൃപ്തിയുടെ വഴിയാണിത്. സഹനങ്ങളിലും കുതറിമാറാത്തവന്റെ വഴിയാണിത്. ശാന്തമായിട്ട് ഇരിക്കാം. സ്നേഹമുള്ളവരെ, കുരിശിന്റെ യാത്ര മുൻപോട്ട് നീങ്ങുകയാണ്. ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് വഴിയരികിൽ. എന്നാൽ അവന്റെ അടുത്തെത്തുന്നത് അവന്റെ അമ്മ മാത്രം. ഇതാണ് ക്രിസ്തുവിന്റെ സ്നേഹം. അവന്റെ അടുത്തെത്തുന്നത് അവന്റെ അമ്മ. അടുത്തെത്തുന്നവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട്. നിന്നെ ഞാൻ കരുതുന്നുണ്ട്, നീ എന്റേതാണ്. അടുത്തു നിൽക്കുന്നവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്വന്തമാണെന്നുള്ള കഴിവ്, നീ എന്റെ സ്വന്തമാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. നിന്നെ ഞാൻ കരുതിയിട്ടുണ്ട്, തളരരുതെന്ന് പറയുന്നുണ്ട്. ഇനിയും യാത്ര ചെയ്യുവാൻ ഒരുപാട് ദൂരമുണ്ടെന്ന് പറയുന്നുണ്ട്. അടുത്തു നിൽക്കുന്നവർ പറയുന്ന കാര്യങ്ങളൊക്കെയാണിത്. തമ്പുരാൻ നമ്മുടെ ജീവിതത്തിന്റെ അടുത്ത് നിൽക്കുമ്പോഴും ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പരിശുദ്ധ അമ്മ നിശബ്ദമായിട്ട് മകനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഇത് ഞാനുണ്ട് നിന്റെ ഒപ്പം. ഇനിയും നിനക്ക് സഞ്ചരിക്കുവാൻ ഏറെ ദൂരമുണ്ട്. നിന്നെ ഇന്നും ഞാൻ കരുതുന്നുണ്ട്. എന്റെ ദൈവവും ഇതൊക്കെ തന്നെ എന്നോടും പറയുന്നുണ്ട്. ഞാൻ തളർന്നു പോകുമ്പോൾ, വീണു പോകുമ്പോൾ, എന്റെ നെഞ്ചു നുറുങ്ങുമ്പോൾ, സങ്കടങ്ങളുടെ നടുവിൽ ഞാൻ കുഴയുമ്പോഴൊക്കെ എന്റെ ദൈവവും എന്നോട് പറയുന്നുണ്ട്, ഞാൻ നിന്റെ അടുത്തുണ്ട്, തളരരുത്.